നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പരിചയപ്പെടുത്തുന്ന വിഷയം വിശുദ്ധ വേദപുസ്തകത്തിലെ ജന്തുജാലങ്ങളാണ്. അതിൽ നീർക്കാക്ക എന്ന പക്ഷിയെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ആവർത്തന പുസ്തകത്തിൽ ഇങ്ങനൊരു വചനമുണ്ട്: പക്ഷികളിൽ തിന്നരുതാത്തവ കുടുംബച്ചാത്തൻ, നീർക്കാക്ക, പെരിഞ്ഞാറ, അതതു വിധം കൊക്ക്, കുളക്കോഴി, നരിച്ചീർ എന്നിവയാകുന്നു. ഇത് ആവർത്തന പുസ്തകം 14-ാം അധ്യായം, 16-ാം അധ്യായം, 17-ാം അധ്യായം എന്നിവയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിലുള്ള അശുദ്ധ പക്ഷികളുടെ പട്ടികയിലും നീർക്കാക്കയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിലാണ് ആ വിവരമുള്ളത്. നദികളുടെയും മറ്റ് ജലാശയങ്ങളുടെയും പരിസരത്ത് അധിവസിക്കുന്ന ഒരു പക്ഷി എന്ന നിലയിലാണ് അവയ്ക്ക് ഈ പേര് വന്നതെന്ന് അനുമാനിക്കുന്നു. കറുപ്പ് നിറമുള്ള നീണ്ട കഴുത്തുള്ള ഇവ ജലത്തിലേക്ക് പറന്നു മുങ്ങി മത്സ്യങ്ങളെ പിടിക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ചേരക്കോഴിയുമായി നീർക്കാക്കയ്ക്ക് സാമ്യമുണ്ട്. ശാലഗ് എന്നാണ് നീർക്കാക്കയുടെ എബ്രായ നാമം. ശാലഗ് എന്ന എബ്രായ പദത്തിൻ്റെ അർത്ഥം മുങ്ങൽക്കാരൻ എന്നാണ്. മലയാള വേദപുസ്തകത്തിൽ നീർക്കാക്കയെപ്പറ്റിയുള്ള 3-ാമത്തെ പരാമർശം ഒരു ശാപവചസ്സിൻ്റെ രൂപത്തിലാണ്. അതിങ്ങനെയാണ്: അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരികത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴുകൻ കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും. ഇത് സദൃശവാക്യം 30-ാം അധ്യായം 17-ാമത്തെ വാക്യമാണ്. ആ വാക്യം ഒരിക്കൽ കൂടി കേൾക്കുക: അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരികത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴുകൻ കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും. തോട്ടരികത്തെ കാക്ക അത് നീർക്കാക്കയാണ് എന്നാണ് വ്യാഖ്യാനം. എന്നാൽ അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയിൽ കാക്കയെ സൂചിപ്പിക്കുന്ന അറാവൻ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നവജാത കുഞ്ഞുങ്ങളുടെയും ബലഹീനതയുള്ള മൃഗങ്ങളുടെയും കണ്ണ് കൊത്തിയെടുക്കുന്ന ഒരിനം കാക്കയുണ്ടത്രേ. ഈ ഇനം കാക്കയാണ് ഈ ഭാഗത്ത് വിഷയമായി കൊടുത്തിരിക്കുന്നതെന്ന് മറ്റൊരു വ്യാഖ്യാനം കൂടിയുണ്ട്. ഇത് നീർക്കാക്ക എന്ന പക്ഷിയെപ്പറ്റി വിശുദ്ധ വേദപുസ്തകത്തിൽ ഉള്ള പ്രതിപാദ്യമാണ്. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.